നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. മണലൂർ പൂശാരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിഞ്ഞ നിലയിലാണ്. ഇതോടനുബന്ധിച്ചുള്ള റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മണലൂർ പഞ്ചായത്തിലെ 18, 11 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ വഴി കടന്നുപോകുന്നത്. സ്കൂൾ വാഹനങ്ങൾ പതിവായി പോകുന്ന വഴിയിലെ പാലമാണ് അപകടകരമായ രീതിയിൽ തകർന്ന് നിൽക്കുന്നത്. തകർന്ന പാലത്തിന്റെ അരികുകൾ അടിയന്തരമായി ബലപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണലൂർ പഞ്ചായത്തിൻ്റെ 18-ാം വാർഡിലും 11-ാം വാർഡിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൂശ്ശേരി പാലം എന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്ന പാലം, അതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് കുറച്ച് നാളായി. ആ സംരക്ഷണ ഭിത്തി കാരമുക്ക് വില്ലേജിൻ്റെ പരിധിയിൽപ്പെടുന്ന 18-ാം വാർഡിൻ്റെ അതിർത്തിയായിട്ട് ബന്ധപ്പെടുന്ന ആ ഭാഗത്ത് വടക്ക് വശം ഇടിഞ്ഞ് തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാളിതുവരെയായിട്ടും അധികൃതരെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുട്ടികളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതുപോലെ ലോഡിംഗ് വാഹനങ്ങൾ തുടങ്ങി വലിയ വാഹനങ്ങൾ അധികമായിട്ട് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സംരക്ഷണ ഭിത്തി തകർന്നതിന് പുറമെ റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വിള്ളലിൻ്റെ പോർഷനിൽ നിന്ന് മണ്ണിടിഞ്ഞു പോകുന്നതോടൊപ്പം വാഹനങ്ങൾ അപകടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളെ കയറ്റി കൊണ്ടുപോകുന്ന, സ്കൂളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പോലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലോ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ടോ കൃത്യമായൊരു നടപടി സ്വീകരിക്കണമെന്ന്. വാടനപ്പള്ളി കാനറ ബാങ്കിലേക്കുള്ള വഴിയിലെ ഒടിഞ്ഞ ഇരുമ്പ് തൂണിന്റെ അവശിഷ്ടം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന കാനറ ബാങ്ക്, നീതി മെഡിക്കൽ സ്റ്റോർ, ലബോറട്ടറി, സ്വകാര്യ ബാങ്കുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഏക വഴിയാണിത്. ദേശീയപാതയിൽ നിന്ന് 2 സ്വർണ്ണക്കടകൾക്കിടയിലൂടെയാണ് ഈ വഴി. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ കാൽവിരൽ ഈ പൈപ്പിനിടയിൽ കുടുങ്ങി മുറിവ് പറ്റിയിരുന്നു. സ്കൂട്ടർ യാത്രക്കാർ ഇരുമ്പ് പൈപ്പിൽ തട്ടി വീഴുന്നത് നിത്യ സംഭവമാണ്. കൂടാതെ ബാങ്കിലേക്ക് വരുന്ന പ്രായമായവരും തട്ടി വീണ് പരിക്ക് പറ്റുന്നുണ്ട്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറുമ്പോൾ വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുവരുന്നുമുണ്ട്. എത്രയും വേഗം ഈ അവശിഷ്ടം നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് സ്ഥാപനം വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്ന ആൾക്കാരെ കാറ് കൊണ്ടുവരുന്നവർ കാറ് കയറുന്ന കുറ്റിയിൽ, പിന്നെ സ്കൂട്ടർ കയറുന്ന. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാല് അതിൻ്റെ ഉള്ളിൽ പോയി വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ. ഇത് എത്രയും വേഗം ഇത് ആരതാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടതാണ്, ഞാൻ ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ കയറി എൻ്റെ വണ്ടി പഞ്ചറായി. അപ്പോൾ അത് ആര് സ്ഥാപിച്ചാണെന്ന് അറിഞ്ഞൂടാ. ആര് സ്ഥാപിച്ചാലും ആർക്കെങ്കിലും താല്പര്യം എടുത്തത് മുറിച്ച് കളയാവുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു കുറ്റി കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇന്നലെ ഒരു കുട്ടിയുടെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായമുള്ളവരും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ എന്തിൻ്റെയാണെന്ന് അറിയില്ല, ഒരു പൈപ്പ് പൊന്തിക്കെടുക്കേണ്ട ഇരുമ്പിൻ്റെ, അത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് അത് വേഗം നീക്കം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. പാലക്കാട് പാതിരാക്കുന്നത്തുമനയിലെ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സർപ്പപ്രീതിക്കായി നടത്തുന്ന ഭക്തി നിർഭരമായ ഈ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹവനം, നവഗ്രഹ പൂജ, തുടർന്ന് ഉച്ചപൂജയും വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, പാലും നൂറും, തുടർന്ന് സർപ്പബലിയും അത്താഴപൂജയും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ വി.യു. ഉണ്ണികൃഷ്ണൻ, വി.കെ. ഹരിദാസൻ, വി.കെ. ശശിധരൻ, വി.സി. ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ക്ഷേത്രം ഹാളിൽ വെച്ച് സൗജന്യ ENT പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR രമേശ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷയായി. തുള്ളൽ കലാചാര്യൻ മണൽ ഗോപിനാഥ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, സഹനലത സത്യൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് തല മത്സരത്തിൽ നാടോടി നൃത്തത്തിന് 3-ാം സ്ഥാനം ലഭിച്ച റിനി റെജിയെ ആദരിച്ചു. പിന്നെ കലയ്ക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. കാരണം നേരത്തെ നമ്മുടെ ഉദ്ഘാടകന് പറ്റുമെന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് പശ്ചാത്തലം. വളരെ വ്യത്യസ്തമായ സ്കൂൾ, കോളേജ് കലോത്സവ വേദികളിലൂടെയാണ് ബ്ലോക്ക് മെമ്പർ ഒരു പാട്ടുപാടിയപ്പോഴൊക്കെയാണ് എനിക്ക് ഇതിലേക്ക് കയറി വരാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യം സന്തോഷ സമാധാനം. അതിന് ഈ സംഗീതവും പാട്ടും കലയൊക്കെ വളരെ ആവശ്യമാണ്. നിങ്ങൾ വീട്ടിലും ഇടയ്ക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുക.
മരക്കമ്പനി ജീവനക്കാരൻ ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. കാരമുക്ക് വിസ്റ്റ പ്രസിന് സമീപം വട്ടേക്കാട്ട് പരേതനായ ശങ്കരന്റെ മകൻ വേലായുധനാണ് മരിച്ചത്. തിങ്കളാഴ്ച വാടനപ്പള്ളിയിലെ മരക്കമ്പനിയിലേക്ക് ജോലിക്ക് പോയ വേലായുധൻ വൈകിട്ട് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക്. ഭാര്യ ദേവകി, മക്കൾ സിനീഷ്, സിനിജ, മരുമക്കൾ സുധ, പ്രവീൺ. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.